KPCC നേതൃമാറ്റ ചർച്ചകൾക്കിടയിൽ ഹൈക്കമാൻഡിനെ വെല്ലുവിളിച്ച് കെ സുധാകരൻ. KPCC അധ്യക്ഷ പദവി ഒഴിയില്ലെന്ന് കെ സുധാകരൻ വ്യക്തമാക്കി. പാർട്ടിയിൽ വിശ്വാസമുണ്ടെന്നും പ്രായമല്ല പ്രാപ്തിയാണ് നോക്കേണ്ടതെന്നും സുധാകരൻ തുറന്നടിച്ചു. അതേസമയം സുധാകരനെ മാറ്റി ആന്റണി അധ്യക്ഷനാക്കാനാണ് ഹൈക്കമാൻഡിന് നീക്കം. KPCC നേതൃമാറ്റ ചർച്ചകൾ സജീവമായതോടെ എതിർപ്പ് പരസ്യമാക്കി കെ സുധാകരൻ. സമ്പൂർണ്ണ പുനഃസംഘടനയ്ക്ക് തയ്യാറെടുക്കുമ്പോഴാണ് ഹൈക്കമാൻഡിനെ കെ സുധാകരൻ വെല്ലുവിളിച്ചത്. അധ്യക്ഷ പദവിയിൽ നിന്നും സ്വയം ഒഴിയില്ലെന്നാണ് സുധാകരന്റെ നിലപാട്. മാറാനാരും പറയാത്തിടത്തോളം കാലം ഞാൻ മാറാതെ നിൽക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ഹൈക്കമാൻഡ് തീരുമാനമെടുത്താൽ അത് ഇംപ്ലിമെന്റ് ചെയ്യും. അപ്പോൾ അത് പ്രാവർത്തികമാവും. പാർട്ടിയിൽ ആരും എന്നെ മാറ്റണമെന്ന് തീരുമാനിച്ചാൽ നടന്നാലും എന്നെ തൊടാനൊന്നും കഴിയില്ല. എന്നെ ഒന്നും ദ്രോഹിക്കാൻ കഴിയില്ല. എനിക്ക് അങ്ങനെ ശത്രുക്കൾ പാർട്ടിൻ്റെ അകത്തില്ല. ഒരു ശത്രുക്കൾ പാർട്ടിൻ്റെ അകത്തില്ല. ആന്റണിയെ അധ്യക്ഷനായി നിയമിക്കാനാണ് ഹൈക്കമാൻഡ് ലക്ഷ്യമിടുന്നത്. ഈ കാര്യം കെ സുധാകരനെ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും അറിയിച്ചിരുന്നു. അതേസമയം താൻ അധ്യക്ഷനാകുമെന്ന് അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്ന് ആന്റണി റിപ്പോർട്ടറിനോട് പ്രതികരിച്ചു. ഇല്ല, എനിക്കങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒന്നുമില്ല. അതെല്ലാം പാർട്ടി ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത്. എനിക്കത് സംബന്ധമായിട്ട് ഒരു അറിവ് ഇതുവരെ ലഭിച്ചിട്ടില്ല. കെ സുധാകരനെ മാറ്റേണ്ടതില്ലെന്ന നിലപാട് ആവർത്തിക്കുകയാണ് കെ മുരളീധരൻ. നേതൃമാറ്റം ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്നാണ് ഭൂരിഭാഗം നേതാക്കളുടെയും നിലപാട്. 2 ദിവസത്തിനകം പുതിയ KPCC അധ്യക്ഷനെ ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. റിപ്പോർട്ടർ, തിരുവനന്തപുരം.